രക്തസാക്ഷി ഫണ്ടിൽ CPM തിരിമറി നടത്തിയെന്ന രേഖകളുമായി വി കുഞ്ഞികൃഷ്ണൻ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ ബാങ്ക് രേഖകളാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടത്. 5 ലക്ഷം രൂപ കൈമാറിയതിന്റെ ബാങ്ക് രേഖകൾ പുറത്തുവിട്ടു. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബിജീഷ്, എന്തൊക്കെയാണ് ഈ പുറത്തുവിട്ട ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്? കൃത്യമായ കണക്കുകൾ തന്നെയാണോ അതിൽ പറയുന്നത്? വിനീഷ്, ഇത് നേരത്തെ തന്നെ പൊതു സമൂഹത്തിനടക്കം വി കുഞ്ഞികൃഷ്ണൻ നൽകിയ രേഖകളുടെ തന്നെ പകർപ്പ് തന്നെയാണ് ഇപ്പോഴും ഫേസ്ബുക്കിനകത്ത് വി കുഞ്ഞികൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് നേരത്തെ CPM തള്ളിയ വാദങ്ങളെ അത് ശരിയല്ല എന്ന് സാധൂകരിക്കുന്നതിനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിൽ ഫേസ്ബുക്കിനകത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ സാധനങ്ങൾ വീണ്ടും പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് 2018 ജൂലൈ മാസം 8-ാം തീയതി പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ ശാഖയിൽ നിന്നും അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം കൈമാറിയതിന്റെ രേഖകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണെന്ന് കരുതിയാൽ, ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച് നൽകിയ വീടിന്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കിൽ അതേ ദിവസം, അതായത് 2018 ജൂലൈ 8-ാം തീയതി ഈ 5 ലക്ഷം രൂപ ചെലവിട്ടതായിട്ടുള്ള രേഖകൾ കൂടി ആണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് പാർട്ടി നേരത്തെ പറഞ്ഞത് ഈ 5 ലക്ഷം രൂപ KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് വേണ്ടിയാണ്. അത് മുൻകൂർ അനുമതി വാങ്ങാത്ത സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച വരികയും അത് തെറ്റാണ്, അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്, മുൻകൂർ അനുമതി വാങ്ങി മാത്രമേ ഫണ്ട് വകമാറ്റത്തിനുൾപ്പെടെയുള്ള അനുമതി ലഭിക്കാറുള്ളൂ, അതില്ലാതെ ചെയ്തു എന്നുള്ളതായിരുന്നു പാർട്ടി ന്യായീകരണം പറഞ്ഞിരുന്നത്. ആ പണം പിന്നീട് ധനരാജ് ഫണ്ടിലേക്ക് തന്നെ വകമാറ്റി അല്ലെങ്കിൽ തിരിച്ചു വന്നു എന്നുള്ളതും CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ 5 ലക്ഷം രൂപ പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക്, വ്യക്തിഗത അക്കൗണ്ടിലേക്ക് കൈമാറിയ 5 ലക്ഷം രൂപ അന്നേ ദിവസം തന്നെ ധനരാജിന്റെ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകാരന് കൈമാറി എന്നുള്ളതിന്റെ രേഖകൾ ആ വരവ് ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കിനകത്ത് പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ടി മധുസൂദൻ എന്ന് പറയുന്ന CPMന്റെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനും പാർട്ടി ടി മധുസൂദനെ ന്യായീകരിച്ചുകൊണ്ട് പുറത്തു ഇറക്കിയ അല്ലെങ്കിൽ പുറത്തു പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് വാദിക്കുന്നതിന് വേണ്ടിയാണ് വി കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിലുള്ള രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും CPM ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഈ ഫണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ചെലവിട്ടിരുന്നത് എന്നാണ് പാർട്ടി പുറത്തു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. പാർട്ടിയുടെ കണക്കിൽ അത് ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച വീടിന്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി രേഖകളിൽ ഉള്ളത് എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ സമർത്ഥിക്കുന്നത്. ഏതായാലും ഇതിന് ഇനിയിപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ബാധ്യത CPMന് വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയായ ടി മധുസൂദനും ഇതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ചുമതല ഉണ്ടായിട്ടുണ്ട്. ശരി, ബിജീഷ് ഗോവിന്ദനാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.